അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ കിച്ചൻ്റെ സിങ്ക്, കിച്ചൺ കൗണ്ടർ ടോപ്പ്, ടോയ്ലറ്റിൻ്റെ വാഷ് ബേസിന്, ക്ലോസറ്റ്, ഫ്ലോറ് ഇതൊക്കെ വെട്ടിത്തിളങ്ങുന്ന പരുവത്തിൽ അത്രയും അടിപൊളിയായിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലിക്വിഡ് ഉണ്ടാക്കി എടുത്താലോ? നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതും എല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിൽ നിന്ന് പെട്ടെന്ന് വാങ്ങിയിട്ട് വന്നിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലിക്വിഡാണ് ഇത്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം. നല്ല അടിപൊളി സ്മെല്ലുമാണ് കേട്ടോ. ഇതിന് നല്ല അടിപൊളി കളറുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക. അത്യാവശ്യം വലുപ്പമുള്ള പാത്രം എടുക്കുക. ഞാനൊരു ബോട്ടിലേക്കാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ എന്താ ഡിഷ് വാഷിംഗ് ലിക്വിഡ്, നമ്മൾ ഏതാണോ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ലിക്വിഡ് അതെടുത്താൽ മതി. ഇന്ന ബ്രാൻഡ് ഒന്നൊന്നുമില്ല, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ല നൊരയും പതയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുക. ഏത് ലിക്വിഡും ഡിറ്റർജന്റ് പൗഡറും. അപ്പോൾ ദാ ഇനിയിപ്പം നമ്മൾ ഏതാണോ തുണികളൊക്കെ വാഷ് ചെയ്യാൻ എടുക്കുന്ന ഡിറ്റർജന്റ് പൗഡർ അത് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് ഉജാലയാണ്. നല്ല വെള്ള തുണികളിലൊക്കെ മുക്കാൻ വേണ്ടി മാത്രമല്ല ഉജാല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, കളറിന് വേണ്ടി മാത്രമല്ലേ, നല്ലൊരു ക്ലീനിങ് ഏജന്റ് കൂടിയാണ് ഉജാല. പിന്നെ ആസ് യൂഷ്വൽ ബേക്കിംഗ് സോഡ, വൈറ്റ് വിനെഗർ, ഇത് രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ എന്തും പളപള മിന്നാൻ വേണ്ടിയിട്ടുള്ള സാധനമാണെന്ന് അറിയാലോ. അപ്പം ബേക്കിംഗ് സോഡയും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വൈറ്റ് വിനെഗർ ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിൽ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കംഫർട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ ഒഴിക്കുന്നുണ്ടെങ്കിൽ ഒഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബോട്ടിലിൽ നമ്മൾ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡയും വിനെഗറും ഉജാലയും മിക്സ് ആകുന്ന സമയത്ത് ഇതാ ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ട് വരുവേ ഈ ഒരു ലിക്വിഡ്. എന്നിട്ട് ഇതാ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഡിറ്റർജന്റ് മുഴുവനായിട്ട് അതിൽ അലിഞ്ഞിട്ട് വരണം. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയുടെ പൊടിയും നല്ലോണം അലിയുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഈ ഒരു ലിക്വിഡ് കുറച്ച് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഇതൊന്നും കൂടി ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ആ ഒരു വെള്ളം കൂടുതലായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു നല്ല നൊരയും പതയും വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് കംഫർട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിലിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കംഫർട്ട് ഒഴിച്ചിട്ട് മിക്സ് ആക്കിയാലും മതി. നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കംഫർട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരുപാടൊന്നും വേണമെന്നില്ല. കംഫർട്ടിന് അറിയാലോ നല്ല കുത്തുന്ന സ്മെല്ല് ഉണ്ടാവും, അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിൽ പഴയ നമ്മളെ ലിക്വിഡൊക്കെ ഒഴിച്ച് വെച്ച ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഞാനിപ്പോൾ നിലം തുടക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു ബോട്ടിൽ കഴിഞ്ഞ ബോട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പതിയെ ഇത് മുഴുവനായിട്ടൊന്നങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു ഉജാലയുടെ നല്ല അടിപൊളി കളറും പിന്നെ കംഫർട്ട് ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നല്ല സ്മെല്ലും ഉണ്ടായിരുന്നേ. പിന്നെ ആ ഒരു നൊരയും പതയും കിട്ടാനായിട്ടാണ് നമ്മൾ ലിക്വിഡും ഡിഷ് വാഷിംഗ് ലിക്വിഡും ഡിറ്റർജന്റ് പൗഡറും ചേർത്ത് കൊടുത്തത്. പിന്നെ നന്നായിട്ട് വെട്ടിത്തിളങ്ങാനുള്ള ആ ഒരു ഏജന്റ് ആയിട്ടാണ് നമ്മളെ ബേക്കിംഗ് സോഡയും വിനെഗറും ചേർത്ത് കൊടുത്തത്. അപ്പം ഇതെല്ലാം കൂടി മിക്സ് ആയി വരുന്ന സമയത്ത് എന്തും നമുക്ക് വെട്ടിത്തിളങ്ങുന്ന പരുവത്തിൽ ക്ലീൻ ആക്കി എടുക്കാം. ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ലിക്വിഡ് ഞാൻ ബോട്ടിൽ ഒഴിച്ചു കൊടുത്ത സമയത്ത് ഒരു ഹാഫ് ഭാഗവും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ ഒരു ബോട്ടിൽ ഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് വെള്ളം കൂടുതലായിട്ട് അങ്ങ് ഒഴിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിറ്റർജന്റിന്റെ നൊരയും പതയും കുറച്ച് കുറവായിരുന്നു. വീണ്ടും ഞാൻ ആ ഒരു ബോട്ടിൽ ഡിറ്റർജന്റ് പൗഡറും ഡിഷ് വാഷിംഗ് ലിക്വിഡും ചേർത്തിട്ട് മിക്സ് ആക്കാനേ ചെയ്തത്. ഇനി ഈ ബോട്ടിൽ നല്ലോണം ഷേക്ക് ചെയ്തിട്ട് അടച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്തിട്ട് എടുത്താൽ മതി. നല്ല സ്മെല്ല് ഉണ്ടാവേ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ആ ഒരു ബോട്ടിൽ നിന്ന് എടുത്തതിന് ശേഷം ആ ഒരു ബാക്കി വന്ന ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്ക് ആദ്യം ഒന്നങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ടോയ്ലറ്റിന്റെ ഫ്ലോറും വാഷ് ബേസിനും ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവമാണ്. നല്ലോണം ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇനിയും അലിയാത്ത ഡിറ്റർജന്റ് പൗഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേക്ക് ചെയ്യുന്ന സമയത്ത് അലിഞ്ഞോളും. ഇനി നമുക്ക് കിച്ചൺ സിങ്ക് ആദ്യം ഒന്നങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ 2 സിങ്ക് ഉണ്ട്. അതിൽ ഒന്ന് ആദ്യം ഞാൻ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ആ ഒരു ഡിഫറൻസ് ഈ ഒരു ലിക്വിഡ് വെച്ച് കഴുകിയെടുത്തതും ക്ലീൻ ആക്കാതെ വെച്ചിട്ടുണ്ടായിരുന്ന സിങ്കിൻ്റെതും. അപ്പോൾ ദാ നമ്മൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ആദ്യം. എന്നിട്ട് നമുക്ക് നല്ലൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് തേച്ചൊരച്ച് കഴുകിയെടുക്കാം.
അപ്പോൾ ഇതാ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സിങ്ക് നല്ലോണം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സ്റ്റീലായതുകൊണ്ട് പെട്ടെന്ന് നല്ലോണം വെട്ടിത്തിളങ്ങുന്ന പരുവത്തിൽ ക്ലീൻ ആയി കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ട് സിങ്കും തമ്മിലുള്ള ഡിഫറൻസ്. ഇനിയിപ്പോൾ എന്താ നമുക്ക് മറ്റേ സിങ്ക് കൂടി ഒന്ന് ഇതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് കഴുകിയിട്ടെടുക്കാം. ഇതിപ്പോൾ എന്താ നമ്മൾ രണ്ട് സിങ്കും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ക്ലീൻ ആയി വന്നിട്ടുണ്ടായിരുന്നേ. നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ലിക്വിഡ് ഒക്കെ ഇട്ട് കഴുകുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് കിട്ടില്ലല്ലോ. നമ്മളിപ്പം ഫിഷ് ഒക്കെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡ് കുറച്ച് എടുത്തിട്ട് നമ്മൾ നല്ലോണം സ്ക്രബ്ബർ വെച്ചിട്ട് സ്ക്രബ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് ഉണ്ടാവട്ടെ ഈ ഒരു സിങ്കിന്. ആ ഒരു ഫിഷ് കട്ട് ചെയ്ത് ഫിഷിന്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഫിഷ് മാത്രമല്ല, നമ്മൾ ചിക്കൻ ആയിക്കോട്ടെ മീറ്റ് ആയിക്കോട്ടെ അങ്ങനെ എന്തൊക്കെ കഴുകിയാലും ആ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് കിട്ടും ഈ ഒരു ലിക്വിഡ് ഇട്ടിട്ട് കഴുകുന്ന സമയത്ത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പം ലിക്വിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റീലിന്റെ പാത്രം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പാത്രങ്ങളും ഇത് വെച്ചിട്ട് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് കഴുകിയെടുക്കുക നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ ആ ഒരു പാത്രങ്ങളൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മൾ ഫിഷും ചിക്കനും മീറ്റും ഒക്കെ കഴുകുകയൊക്കെ ചെയ്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ലും നമ്മൾ എത്ര വാഷ് ചെയ്താലും പോവണമെന്നില്ല. അപ്പോൾ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നിങ്ങൾ അതൊന്ന് കഴുകി നോക്കിയാൽ നല്ല സ്മെല്ലുണ്ടാവും. പെട്ടെന്ന് തന്നെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറുകയും ചെയ്യും. നല്ല തിളക്കം കിട്ടുകയും ചെയ്യും പാത്രങ്ങൾക്ക്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ലോണം തിളങ്ങുന്നുണ്ടായിരുന്നു ഈ ഒരു സ്റ്റീൽ പാത്രം. നമുക്ക് പ്ലേറ്റുകളായിക്കോട്ടെ എന്തും നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് കഴുകിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇനിയിപ്പം നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് ബോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്നങ്ങ് കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു കൗണ്ടർ ടോപ്പ് നമുക്ക് ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ആ ഒരു ലിക്വിഡ് ഇട്ടിട്ട് നല്ലോണം തേച്ചൊരച്ച് കഴുകിയാൽ അവിടെയും നന്നായിട്ട് തിളങ്ങുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ച് തുടച്ചെടുത്താൽ നല്ല സ്മെല്ലും ഉണ്ടാവും, കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയായിട്ടും ഉണ്ടാവും. അപ്പം നമുക്ക് ഇനി വീട്ടിൽ തന്നെ നല്ല അടിപൊളി സ്മെല്ലോട് കൂടിയിട്ട് വെട്ടിത്തിളങ്ങുന്ന പരുവത്തിൽ ക്ലീനായി കിട്ടുന്ന ലിക്വിഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തൂടെ. അപ്പം നമുക്കിതാ ഇതുപോലെ നല്ലോണം കിച്ചൻ്റെത് മാത്രമല്ല, നമുക്ക് ടോയ്ലറ്റിലായാലും ടോയ്ലറ്റിൻ്റെ ഫ്ലോറിലും ചുവരിലും പിന്നെ വാഷ് ബേസിനും ക്ലോസറ്റും ഒക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കാം. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളറുമാണ്. ഓപ്പൺ ചെയ്ത് നോക്കിയാലോ നല്ല സ്മെല്ലുമാണ്. പിന്നെ യൂസ് ചെയ്താലോ അടിപൊളി റിസൾട്ടുമാണ്. കിച്ചൻ്റെ സിങ്ക് മാത്രമല്ല, പൈപ്പ് പിടിക്കുന്ന ആ ഒരു ഭാഗങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല തിളക്കം ഉണ്ടായിരുന്നു ആ ഒരു പൈപ്പൊക്കെ കാണാനായിട്ട്. പിന്നെ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്തത് കൊണ്ട് തന്നെ കിച്ചണിൽ കയറുന്ന സമയത്ത് കുറേ സമയത്തോളം ഈ ഒരു കംഫർട്ടിന്റെ നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. ഞാനിപ്പം ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു സാധനങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ലിക്വിഡ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അറിയുന്നവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള ക്ലീനിങ് ടിപ്സിന് നമ്മൾ HOS Time എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്തേക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.